എന്റെ ഈ എംബ്രോയിഡറി പരിപാടികളൊക്കെ കാണുമ്പം എന്നോട് നേരിട്ടും മനസ്സിലും ഒക്കെ ചിലർ ചോദിക്കുന്നത് എന്താണെന്നറിയോ? നല്ല ജോലിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? അല്ലേലും ഈ എംബ്രോയിഡറി എന്നൊക്കെ പറയുമ്പം അത്ര നല്ല പരിപാടിയല്ലല്ലോ. ഈ പറയുന്നതില് മിക്കവാറും പേര് ഫുൾ ടൈം റീലും തോണ്ടി കിടന്നുറങ്ങി അല്ലെങ്കിൽ പരദൂഷണവും പറഞ്ഞ് സമയം കളയുന്നവരാ. നമ്മൾ നമ്മുടെ ജോലി തിരക്കിന്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്കെന്താ കുഴപ്പം? അത് മാത്രമല്ല, എത്ര തിരക്കാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടേ അല്ല അല്ലേ? നമ്മൾ നമ്മുടെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിന്നാൽ നമ്മൾ എത്ര ജന്മം ജനിക്കേണ്ടി വരും? ഓരോ ജന്മത്തിൽ ഓരോ കാര്യങ്ങൾ. എന്തായാലും അതൊന്നും പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് കുഞ്ഞുനാളിലേ ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും അവസരം കിട്ടുന്നത് ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടിയ ശേഷമൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത്രയും പ്രായമായില്ലേ, ഇനി എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത് എന്ന് ആലോചിച്ച് മനസ്സ് മരവിച്ചിരിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അത് മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം മറ്റാർക്കെങ്കിലുമൊക്കെ ചെറിയ വരുമാനമാകാൻ സഹായിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതല്ലേ? എനിക്ക് കുഞ്ഞുനാളിലെ ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു ആർട്ട്, ക്രാഫ്റ്റ്, പെയിന്റിങ്. അതൊക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാനത് പഠിച്ചു. അതുപോലെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഹാൻഡ് എംബ്രോയിഡറി. പക്ഷേ അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ് ഹാൻഡ് എംബ്രോയിഡറി. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു മെഷീൻ വാങ്ങിച്ചത്. ഇതിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി എംബ്രോയിഡറി സോഫ്റ്റ്വെയറും പഠിച്ചു. നമ്മൾ സ്വന്തമായി തന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ എംബ്രോയിഡറി ചെയ്തെടുക്കുമ്പോൾ എന്തൊരു സന്തോഷമാ. ആദ്യം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ എന്നെപ്പോലെ ഇങ്ങനെ കുറെ പ്രാന്തുള്ളവരുണ്ടാവും, അവർക്ക് മനസ്സിലാവും.